ഹലോ, എൻ്റെ പേര് എമിലിൻ. ഇന്ന് 2026 ഏപ്രിൽ 28. ഞാൻ ഇന്നലെ എൻ്റെ ലൈഫിലെ ആദ്യത്തെ യൂട്യൂബ് വീഡിയോ ഞാൻ തന്നെ റെക്കോർഡ് ചെയ്ത് പോസ്റ്റ് ചെയ്തായിരുന്നു. അത് ചെയ്തതിന് ശേഷം എനിക്ക് എന്തെന്നാ അറിയാത്തൊരു സന്തോഷമുണ്ട്. സംഭവം വീഡിയോയ്ക്ക് ഒരുപാട് കുറവുകളുണ്ട്, ബട്ട് സ്റ്റിൽ ഞാൻ ഹാപ്പിയാണ്. ഞാനിത് കൺസിഡർ ചെയ്യുന്നത് ബാക്കിയുള്ള ആൾക്കാർ എന്ത് വിചാരിക്കും, ഇനിയിപ്പോൾ നന്നാവോ ഇല്ല, അതൊന്നും ഞാൻ ആലോചിക്കുന്നില്ല. ഞാനിതൊരു വീഡിയോ ജേർണലിങ് പോലെയാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ എന്താണ് കാട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ സാധാരണ ഇങ്ങനെ കാണുന്ന പോലെ എനിക്കിങ്ങനെ കൊണ്ട് നടന്ന് വീഡിയോ എടുത്ത് അങ്ങനെ കാണിച്ചു തരുന്നില്ല. പക്ഷേ എന്ന് കുറച്ച് നേരം എന്തെങ്കിലും എൻ്റെ ഭാഗത്തു നിന്ന് ഒരു കുഞ്ഞ് എഫേർട്ട് ഞാനിടാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ ഇന്ന് നമ്മളൊന്ന് നോക്കാൻ ചെയ്തു കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ കുറേ ഒന്നുമില്ല പറയാൻ. നമ്മൾ ചിലപ്പോൾ ഞാൻ ഇങ്ങനെ കുറേ എഴുതിയൊക്കെ വയ്ക്കെങ്കിലും പക്ഷേ അതിൽ 5 ഐഡിയയിൽ 3 നടന്നാലും ഞാൻ അന്ന് ഹാപ്പിയാണ്. അതിൽ ഇന്നത്തെ രാവിലെ എണീറ്റ് ആദ്യം ചെയ്ത കാര്യം, സംഭവം എണീറ്റ് നല്ല ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ പ്രാഗോ നമ്മൾ ഉറക്കം ശരിയാവാതൊക്കെയാവും ഉറങ്ങിയിട്ടുണ്ടാവുക. എന്നാലും എൻ്റെ ഐഡിയയിൽ ഇങ്ങനെ ഉറച്ച് വിശ്വസിച്ച് ഞാൻ രാവിലെ ജിമ്മിൽ പോയി. ജിമ്മിൽ പോണ വഴിക്കാണെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം കണ്ടത്. പതിവില്ലാതെ ഞാൻ തെലങ്കാനയിലാണ്, എൻ്റെ വാറങ്കൽ തെലങ്കാനയിലാണ്. ഈ നാട്ടുകാർ മൊത്തം പെട്രോൾ അടിക്കാൻ പെട്രോൾ പമ്പിൽ ക്യൂ നിൽക്കുകയാണ് ഗൈസ്. അതിൻ്റെ ഒരു കുഞ്ഞു സാധനം ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ എൻഡിൽ ഞാൻ പെട്രോൾ അടിക്കാൻ പോയത്, ഞാൻ പെട്രോൾ അടിക്കാൻ പോയത് വളരെയധികം തിരക്ക് കുറഞ്ഞ ഒരു സമയത്താണ്. പക്ഷേ നാട്ടിലുള്ള ആൾക്കാർ മൊത്തം പെട്രോൾ തീർന്നിട്ടാണെന്ന് തോന്നുന്നു, അതോ പെട്രോൾ തീരാൻ പോവുക എന്നുള്ള ആദ്യ കാരണമാണ് തോന്നുന്നു. എവിടെ നിന്നല്ലാണ്ട് ആൾക്കാർ പെട്രോൾ അടിക്കുന്നു. 1/2 കിലോമീറ്റർ നീളത്തിലൊക്കെ കാറും ബൈക്കിൻ്റെ അതിന് പറയണ്ടല്ലോ, സൂചി കുത്താൻ കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ ഒട്ടകത്തിന് കയറ്റി പാർപ്പിക്കുന്ന ആൾക്കാരാണല്ലോ മൊത്തത്തിൽ ഭൂരിഭാഗം ആൾക്കാർ. അങ്ങനെ ഒരു കൗതുകരമായ കാഴ്ചയൊക്കെ കണ്ട് ഞാനിന്ന് പെട്രോൾ അടിച്ച് ജിമ്മിലൊക്കെ പോയി ഇങ്ങനെ ആനന്ദിച്ച് നിൽക്കുക. സോ അതിൻ്റെ ഇടയിൽ ഇന്ന് നമ്മൾ വീട്ടിൽ പോകാനുള്ള ഒരുക്കമായി മാമിൻ്റെ നിന്ന് ഒപ്പിട്ട് മേടിച്ച് എൻ്റെ ലെറ്ററൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി മാം തന്ന സാധനം ഓഫീസിൽ കൊണ്ടു കൊടുത്താൽ നാട്ടിൽ പോകാനുള്ള സാധനം ശരി. കോമഡി എന്താണെന്ന് വെച്ചാൽ എൻ്റെ ടിക്കറ്റ് ഇതുവരെ കൺഫേം ആവാൻ ഞാൻ മുട്ടിപ്പായി. ഏതെങ്കിലും മറ്റേ ഇന്നസെൻറ്റിൻ്റെ പല ആൽബീസ് എഴുതിരുന്നായിരുന്നു, പലവിടെയും എഴുതിരുന്ന് എൻ്റെ വരുന്ന തോന്നുന്നുണ്ട്. അങ്ങനെ സോ ഇന്നൊക്കെ ഇത്രയേ ഉള്ളൂ. ഇനി കുറച്ച് പണിയൊക്കെ എടുത്ത് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഹൈഡ്രേറ്റഡ് ആയിട്ടിരുന്ന്